മക്കളെ വണക്കം. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോമിനേഷൻ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള നോമിനേഷൻ ആണ് കേട്ടോ. അതായത് പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വെച്ചുള്ള ഒരു നോമിനേഷൻ നടക്കുന്നുണ്ട്. ഷോപ്പിംഗ് ടാസ്ക്, അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ക്യാപ്റ്റൻസിയുടെ പറ്റിയാണ് കേട്ടോ രാവിലെ തന്നെ സംസാരം. അതായത് നമ്മൾ ആരുടെ കൂട്ടത്തിൽ നിൽക്കും, ആരുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല, അതായത് സപ്പോർട്ടേഴ്സ്. നമ്മൾ ആരാണ് നമ്മുടെ ഈ വീടിന് ക്യാപ്റ്റനായിട്ട് വരേണ്ട, അപ്പം നമ്മൾ ആരുടെ കൂട്ടത്തിൽ നിൽക്കും, ആരുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ടാസ്ക്കാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തുകുമറും ജാക്ലിനും വിശാലും ആണല്ലോ. അപ്പം മുത്തുകുമറിന് വന്ന് മഞ്ജരിയും റാണവും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ജാക്ലിന് സൗന്ദര്യ, ദീപക്, റയാന്, പവിത്രയും, വിശാലിന് വന്നിട്ട് അൻഷിതയും ജഫ്രിയും രഞ്ജിത്തും അരുണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പം ഗാർഡൻ ഏരിയയിൽ നമ്മുടെ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബാഡ്ജ് ഉണ്ടാവും. അതിൽ അവർ ഒരു അതായത് അവർ ഇത്ര കിലോ ഉണ്ടെന്ന് അവരുടെ വെയിറ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതെടുത്ത് കൃത്യമായിട്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ട്. സ്റ്റാർട്ടിങ് പോയിന്റിൽ അവരെ ഒരു ഉന്തുവണ്ടി പോലത്തുള്ള അതിലിരുത്തിയിട്ട് നമ്മൾ ക്യാപ്റ്റൻസിക്ക് മത്സരിക്കുന്ന ഒരു ഉന്തിക്കൊണ്ടുപോയി അവിടെ ഇടുക, എൻഡിൽ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതാണ് ടാസ്ക്. അവിടെ വെച്ചിട്ടുണ്ട് ഇത്ര കിലോ, അതായത് 400 കിലോ ഉള്ളത് വരെ അവർ ടാർഗറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാരെ അതേപോലെ കൊണ്ടുവന്ന് തള്ളണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ മുത്തുകുമാറിന് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ മുത്തുകുമാർ ഫസ്റ്റ് വന്നിട്ട് ഒരു ഡീല് ജാക്ലിനുമായിട്ട് വെക്കുകയാണ്. അതായത് വിശാലിനെക്കാട്ടിൽ സ്പീഡിൽ നീ ഓടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യും, എനിക്കുള്ള 2 പേരെയും കൂടി നിനക്ക് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇല്ല, വിശാലാണ് ഫസ്റ്റ് ആദ്യത്തെ ഇതിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിപ്പോയി ആദ്യത്തെ ആളെ അവിടെ എത്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ ആൾക്കാരെ എനിക്ക് തരണം എന്നുള്ള ഒരു ഡീലിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ജാക്ലിൻ പറയുന്നത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓടിയിട്ടുണ്ടായിരുന്നില്ല. ജാക്ലിൻ്റെ ഒരു ഗെയിം കളിച്ചപ്പോൾ മുത്തുകുമർ മാറിപ്പോയിരുന്നു. കാരണം 2 പേരെ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ലല്ലോ, അതായത് മുത്തുകുമറിൻ്റെ ഗെയിം. അങ്ങനെ ഏറ്റവും അവസാനമായപ്പം റാണവും മഞ്ജരിയും മാത്രമായി. മുത്തുകുമർ ഔട്ടായി, വിശാലും ജാക്ലിനുമായിട്ടുണ്ടായിരുന്നു. റാണവ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഏറ്റവും അവസാനം വിശാലിൻ്റെ ആ വണ്ടിക്കകത്ത് കയറി അങ്ങ് പോയിട്ടോ. അങ്ങനെ വിശാലാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ഇതിനെപ്പറ്റി വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഗെയിമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തുകുമർ റാണവ് എന്നാലും മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റാണവോട് ഞാൻ നേരത്തെ സംസാരിച്ചായിരുന്നു. റാണവ് ഞാൻ വിശാലിൻ്റെ അടുക്ക പോകുമെന്ന് വിചാരിച്ചില്ലെന്ന് ജാക്ലിൻ പറയുന്നുണ്ട്. അപ്പം ഉടനെ നമ്മുടെ റയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നിങ്ങളൊരു പ്രോമിസ് തന്നെ കൊടുക്കാൻ പാടില്ല, അവനവൻ്റെ ഗെയിം അവനവൻ കളിച്ചാൽ പോരായിരുന്നു. അപ്പോഴത്തേക്ക് മുത്തുകുമറുണ്ട്, എനിക്ക് 2 പേരേ ഉള്ളൂ, എനിക്ക് കളിക്കാൻ പറ്റത്തില്ല, അതെൻ്റെ ഗെയിം, ഞാൻ അവളെ വിളിച്ചത് എൻ്റെ ഗെയിമാണ്, അത് അവൾക്കും അറിയാം, നീ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാതെ എന്നൊക്കെ മുത്തുകുമർ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ 823 ക്രൗൺ ഓൾഡ് ക്യാപ്റ്റൻ വന്നിട്ട് രഞ്ജിത്ത് വന്നിട്ട് വിശാലിന് തലയിൽ വെക്കുകയാണ്. കിച്ചൺ ഡ്യൂട്ടിക്കായിട്ട് അൻഷിത, ദീപക്, പവിത്ര, റയാൻ, രഞ്ജിത്ത് എന്നിവരിടുന്നുണ്ട്. അസിസ്റ്റൻ്റായിട്ട് മഞ്ജരിയാണ് ഇടുന്നത്. പക്ഷെ മഞ്ജരി പറയുന്നുണ്ട്, നമുക്ക് എന്താണ് ഈ അസിസ്റ്റൻ്റ്, എനിക്കത് മനസ്സിലാവുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകും തോറും ക്യാപ്റ്റനുമായിട്ട് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വരും, അപ്പം അതെനിക്ക് പ്രശ്നമാകും, അതാണ് ഞാൻ ഈ പൊസിഷനിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞ് മഞ്ജരി മാറുന്നുണ്ട്. അത് കഴിയുമ്പോൾ ബസ്സിൽ വന്നിട്ട് സൗന്ദര്യയും ജഫ്രിയും റാണവും അരുണും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് ആൻഡ് ടോയ്ലറ്റ് വന്നിട്ട് ജാക്ലിനും മഞ്ജരിയും മുത്തുകുമറുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത്തവണ ക്യാപ്റ്റന് വന്നിരിക്കുന്ന ഒരു ബൊമ്മയാണ്, വിശാലിന് എഴുതിയൊരു ബൊമ്മയാണ് വന്നിരിക്കുന്നത്. 3 കത്തിയുണ്ട്, ഒരു ഇൻറ്റു മാർക്ക്, 3 ഇൻറ്റു മാർക്കുണ്ട്. അതായത് ക്യാപ്റ്റൻ ശരിയായിട്ട് കളിച്ചില്ല, അല്ല ക്യാപ്റ്റൻ ഒന്നുമായിട്ട് പ്രതികരിച്ചില്ല, ഒന്നുമില്ലായിരുന്നു, ക്യാപ്റ്റൻസി തെറ്റായിരുന്നു എന്നുള്ളൊരു ഇതാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇൻറ്റു ചെയ്തിരിക്കുന്നിടത്ത് കുത്താം. അങ്ങനെ 3 കുത്തുമ്പോൾ ക്യാപ്റ്റൻസി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് നോമിനേഷനാണ് കേട്ടോ. നോമിനേഷൻ എന്ന് പറയുമ്പം റാണ വന്നിട്ട് ഓൾറെഡി നോമിനേറ്റഡ് ആണ്. നമ്മുടെ ജെഫ്രി വന്നിട്ട് നോമിനേഷൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള വിശാലും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ മഞ്ജരി വന്നിട്ട് അരുൺ, അൻഷിത, പവിത്ര വന്നിട്ട് രഞ്ജിത്ത്, ദീപക്, അതേപോലെ ദീപക് വന്നിട്ട് രഞ്ജിത്ത്, പവിത്ര, അൻഷിത വന്നിട്ട് രഞ്ജിത്ത്, പവിത്ര, രഞ്ജിത്ത് വന്നിട്ട് പവിത്ര, അൻഷിത, അരുൺ വന്ന് ജാക്ലിൻ, മുത്തുകുമാർ, സൗന്ദര്യ വന്നിട്ട് രഞ്ജിത്ത്, ജാക്ലിന്, മുത്തുകുമാർ വന്നിട്ട് സൗന്ദര്യ, അരുൺ, റയാൻ വന്ന് ദീപക്, മഞ്ജരി, റാണു വന്ന് റയാൻ, മുത്തുകുമാർ, ജഫ്രി വന്നിട്ട് സൗന്ദര്യ, മഞ്ജരി, വിശാൽ വന്ന് റയാന്, മഞ്ജരി, ജാക്ലിൻ വന്ന് അരുൺ, രഞ്ജിത്ത്, ജഫ്രി വന്നിട്ട്
ഇത്രയും പേരുടെ ആയിരുന്നു. അപ്പം ഇത്രയും പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതായത് വീട്ടിലുള്ള 12 പേര് നോമിനേറ്റഡ് ഉണ്ട്. അതിൽ വന്നിട്ട് ജെഫ്രിയും വിശാലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത് കൊള്ളാം. എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. 2 പേര് ഒഴിച്ചിട്ട് എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്രാവശ്യം രഞ്ജിത്ത് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ജാക്ലിൻ്റെ പേര് സൗന്ദര്യം പറഞ്ഞത് ജാക്ലിനെ ഭയങ്കര ഫീലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള റീസൺ ആണ് ജാക്ലിനെ ഏറ്റവും കൂടുതൽ ഫീലായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനെ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗെയിം നന്നായിട്ട് കളിച്ചില്ല, ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എടുത്ത് വെച്ച് അതൊരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞുള്ളതാണ് ജാക്കിന് ഭയങ്കരമായിട്ട് ഫീലായിട്ടുള്ളത്. അതേപോലെ തന്നെ അവൾ പറയുന്നത്, സൗന്ദര്യം പറയുന്നത്, അതായത് ഞാൻ ഇങ്ങനെ നിനക്ക് വേണ്ടി ഗെയിമിന് വേണ്ടി നിന്നില്ലെങ്കിൽ നീ ദേഷ്യപ്പെടുവോ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടെന്ന് പറയും. അത് നിൻ്റെ തോട്ട് മാത്രമാണ്, അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ നീ എനിക്ക് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞാൽ. നിനക്കായിട്ട് കളിക്കണം എന്ന് തോന്നിയാൽ മാത്രം കളിച്ചാൽ മതി, ഇനി തൊട്ട് നീയായിട്ട് കളിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഷോപ്പിംഗ് ടാസ്ക് വരുന്നുണ്ട്. ഷോപ്പിംഗ് ടാസ്ക് വന്നു കഴിഞ്ഞിട്ട് അതായത് ബിസ്ക്കറ്റ് ഇങ്ങനെ നെറ്റി വെച്ചിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ നീക്കി കഴിക്കണം എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ ഒട്ടുമിക്ക പേരും ജയിച്ചിട്ടുണ്ട്. 4000 രൂപയ്ക്കാണ് അവർക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ പർച്ചേസിങ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഇട്ട് പ്ലാസ്മ TV-യുടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇത്ര തന്നെ ഉള്ളായിരുന്നു എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ സൗന്ദര്യ ജാക്ലിൻ്റെ പേര് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതേപോലെ ജെഫ്രിയും നമ്മുടെ സൗന്ദര്യയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വെളിയിൽ വന്ന് കളിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ആ സേഫ് സോണിൽ നിന്ന് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നല്ല കാര്യമാണ്. ഫ്രണ്ട്ഷിപ്പ് ആയിക്കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നല്ലൊരു കാര്യമാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.